വൈശാഖ പൗർണമി. ഇന്നേ ദിവസം ചന്ദ്രനെ നോക്കാൻ മറക്കല്ലേ. ഇന്ന് ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ചും ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. 2025 മെയ് 12 തിങ്കളാഴ്ചയാണ് ഇത്തവണ വൈശാഖ പൗർണമി ആഘോഷിക്കുന്നത്. എല്ലാ മാസത്തെയും ശുക്ലപക്ഷത്തിലെ 15-ാം ദിവസമാണ് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നത്. വൈശാഖ മാസം വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നതിനാൽ വൈശാഖ മാസത്തിലെ പൂർണ്ണചന്ദ്രൻ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. വൈശാഖ പൗർണമിയിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഇന്നേ ദിവസം ദാനധർമാദികൾ ചെയ്യുന്നതും ഭാഗ്യവും ആരോഗ്യവും കൊണ്ടുവരുന്നു. ഒരിക്കലൂണ് പോലെയുള്ള വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ദിവസം വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി സത്യനാരായണ പൂജ നടത്തുന്നു. ഇത് ജീവിതത്തിൽ ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി എന്നിവ കൊണ്ടുവരും. കൂടാതെ എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള മോചനവും നമുക്ക് ലഭിക്കുന്നു. നല്ല സമ്പത്ത് ലഭിക്കുന്നതിനും ജീവിതത്തിൽ സമൃദ്ധി ക്ഷണിക്കുന്നതിനുമായി വൈശാഖ പൗർണമിയിൽ വ്രതം അനുഷ്ഠിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സുഹൃത്തായ സുദാമാവിനോട് ആവശ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വൈശാഖ പൗർണമി ദിനത്തിൽ ഒരിക്കലൂണ് പോലെയുള്ള വ്രതം അനുഷ്ഠിക്കുക. രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ദിവസം ധർമ്മരാജനെ ആരാധിക്കുന്നത് അകാല മരണഭയത്തെ ഇല്ലാതാക്കുന്നു. ഗൗതമ ബുദ്ധൻ്റെ ജന്മദിനമായ ബുദ്ധപൗർണമിയായിട്ട്, ബുദ്ധജയന്തിയായിട്ടും തമിഴ് ഹിന്ദുക്കൾ ചിത്ര പൗർണമിയായിട്ടും ഇന്നീ ദിവസം ആഘോഷിക്കുന്നുണ്ട്. ഈ ദിവസം പൗർണമി കണ്ട് പ്രാർത്ഥിക്കുന്നത് സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് നൽകുന്നു. വൈശാഖ പൗർണമിയിലെ സന്ധ്യാവിളക്കിന് ശേഷം രാത്രി 7:20 മുതൽ 11:40 വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്തിൽ പൂർണ്ണചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് എല്ലാത്തിനും നല്ലതാണ്. വൈശാഖ പൗർണമിയിലെ ചന്ദ്രനെ മഹാലക്ഷ്മി ദേവിയായിട്ടാണ് നമ്മൾ കരുതപ്പെടേണ്ടത്. ചന്ദ്രനെ നോക്കി അമ്മ മഹാലക്ഷ്മിയോട് നമ്മുടെ കഷ്ടതകളും ആകുലതകളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും നമുക്ക് ഫലം ലഭിക്കുന്നതാണ്. ഒരു തളികയിൽ പച്ചരിയും ഒരു മഞ്ഞൾ കഷ്ണമില്ലാത്തവർ മഞ്ഞൾപ്പൊടിയും കുറച്ച് നാണയങ്ങളും വെച്ച് ചന്ദ്രന് നേർക്ക് പിടിക്കുക. ദേവിയാണ് മഹാലക്ഷ്മി നേർക്ക് പിടിച്ചിട്ട് 3 തവണ ഒഴിയുക. ഈ തളിക 3 തവണ ഒഴിയുമ്പോൾ 3 തവണ ഈ മന്ത്രം ജപിക്കേണ്ടതുണ്ട്. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യ സമൃദ്ധി ദേഹി ദേഹി നമ എന്ന് പറയണം. മന്ത്രം കൂടി ജപിക്കണം. ഒരു തളികയിൽ പച്ചരിയും നാണയങ്ങളും അതുപോലെ തന്നെ മഞ്ഞൾ കഷ്ണവും വെച്ചിട്ട് ചന്ദ്രനെ നേർക്ക് പിടിച്ച്, മഹാലക്ഷ്മി ദേവിയാണ്, ദേവിയുടെ നേർക്ക് പിടിച്ചിട്ട് 3 തവണ ഒഴിയുക. ഈ മന്ത്രം 3 തവണ ജപിക്കുക. അതിനുശേഷം അമ്മ മഹാലക്ഷ്മിയോട് നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്.